കുടകിൽ ട്രക്കിങ്ങിനിടെ വനത്തിൽ കാണാതായ നാദാപുരം സ്വദേശി GS ശരണ്യ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പുലർച്ചെയോടെയാണ് ശരണ്യ വീട്ടിലെത്തിയത്. വനവകുപ്പും പോലീസും നാട്ടുകാരുമൊക്കെ ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ വൈകിട്ടോടെ ശരണ്യയെ കണ്ടെത്തിയത്. ഷാദ് റഹ്മാൻ നൽകും വിശദാംശങ്ങൾ. ഷാദ്, ഇന്നലെ വരെ 4 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ ഇന്നലെ കണ്ടെത്തുമ്പോൾ ആശ്വാസം, സന്തോഷം, അതിനുപരി ഒരു അത്ഭുതം കൂടിയായി മാറുകയായിരുന്നു ശരണ്യ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ശരണ്യയെ ഏറെ സന്തോഷത്തോടെ വരവേൽക്കു കുടുംബം, അല്ലേ? തീർച്ചയായിട്ടും കുടുംബം മാത്രമല്ല, ഒരു നാടൊന്നാകെ ശരണ്യയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ശരണ്യ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ വൈകാരികമായിരുന്നു ആ നിമിഷം എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. കാരണം ശരണ്യയെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ അമ്മയുടെ ദൃശ്യങ്ങൾ, കാരണം അമ്മയെ ഫോണിലൂടെയാണ് ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ബന്ധുക്കൾ. ആ ഘട്ടത്തിൽ അമ്മ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. മാത്രമല്ല, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യമായിരുന്നു അമ്മയെ സംബന്ധിച്ചുള്ളത്. സമാനമായിരുന്നു ശരണ്യ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയും. കാരണം വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും മുഴുവൻ ആളുകളും ശരണ്യയെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം ശരണ്യ ഇതിനു മുൻപും പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ യാത്രകൾ പോയിട്ടുണ്ട്. യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശരണ്യ. സൂപ്പറാണ്. പക്ഷേ അതായത് ഇത്തരത്തിലൊരു അനുഭവം അത് ശരണ്യയെ സംബന്ധിച്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം വഴിതെറ്റി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 4 ദിവസവും ശരണ്യ പിടിച്ചു നിന്നു. ശരണ്യയുടെ മനക്കരുത്ത് കൊണ്ട് പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ. കാരണം കയ്യിൽ കാര്യമായിട്ട് ഭക്ഷണമോ മറ്റ് അവശ്യ സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അരുവിയോട് ചേർന്നായിരുന്നു ശരണ്യ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചാണ് ശരണ്യ ഈ ഒരു 4 ദിവസം അത് തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ ഒരു ഭയമോ ശരണ്യയെ ഒരു തരത്തിലും വേട്ടയാടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. എന്തായാലും ശരണ്യയുടെ പുതിയ ദൃശ്യങ്ങളും പുതിയ വാർത്തകളും വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ശരണ്യയുടെ അതിജീവനം ഒരു അത്ഭുതം കൂടിയായി മാറിയിരിക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ?